ഇത് കാട്ടിക്കളയട്ടെ ഗ്രാമസഭ ഇത് മല മറിക്കണ പോലെയാണ് ഇതിലങ്ങോട്ട് പങ്കെടുത്താല്. എന്താടി ആണാ? അയ്യോ ഞാൻ മേടിച്ചില്ല. ശരി എന്നാ. ദീപേണ്. അതെ, സമ്പുഷ്ട കേരളം പദ്ധതി എന്നും പറഞ്ഞ പുതിയൊരു പദ്ധതി ഉണ്ടെന്ന്. അപ്പൊ എന്താണ് ഇനി വീട്ടിലും കിടത്തൂല്ലേ? പകലാ കിട്ടണല്ലോ, ഇനി രാത്രിയും പോകേണ്ടി വരുമോ? എന്നാ ഇതങ്ങനെയല്ല, ഞങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഫ്രീ ആയിട്ട് തരും. എടി ഏതെങ്കിലും കമ്മിന്റെ വിൽക്കാതെ കിടന്ന സാധനങ്ങൾ നിങ്ങളുടെ തലയെ കെട്ടി വെക്കെ ആയിരിക്കുള്ളൂ. എന്നിട്ട് അത് ഓണറേറിയത്തിൽ നിന്ന് കട്ട് ചെയ്യും അതിന്റെ പൈസ. നീ കയറി വാ അവിടെ. അമ്മ അതല്ലേ ഈ വീട്ടിലും കൂടി കൊടുത്തേക്കട്ടെ എന്നാ. നാളെ കൊടുക്ക. നിങ്ങട് വന്നേ, ഇന്നിപ്പൊ കൊടുത്താ കഴിഞ്ഞല്ല. ടീച്ചറെ ഒന്നവിടെ ടീച്ചറിന് എന്ത് പണിയാ കാണിച്ചേ? എന്താണ്? ഈ ഗ്രാമസഭ കൂടുന്ന വിവരെ നോട്ടീസ് കൊടുത്ത് അറിയിക്കേണ്ടത് അംഗനവാടി ടീച്ചർമാരല്ലേ? ഞാൻ നോട്ടീസ് കൊടുക്കുമായിരുന്നു. കൊടുക്കായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം ഗ്രാമസഭ കൂടിയത് ഞാൻ അറിഞ്ഞില്ലോ. എനിക്ക് നോട്ടീസ് കിട്ടിയില്ലോ. അയ്യോ, നോട്ടീസ് ഞാൻ വീട്ടില് കൊണ്ടുവന്നായിരുന്നു. എനിക്ക് തന്ന അല്ല, കഴിഞ്ഞ തവണ ഞാൻ അവിടെ വന്നപ്പോ അവിടെ ആരും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ ഉള്ളിൽ കൂടി നോട്ടീസ് ഇട്ടിട്ടുണ്ടായി. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതാണോ നിങ്ങളുടെ ജോലി? നോട്ടീസ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരണ്ടേ? അതിനല്ലേ സർക്കാർ നിങ്ങൾക്ക് പൈസ തരുന്നത്? ചേട്ടൻ, ഞങ്ങൾക്ക് അങ്ങനെ പൈസ ഒന്നും കിട്ടണില്ല. അപ്പൊ പൈസ കിട്ടാത്ത ദേഷ്യത്തിന്റെ നോട്ടീസ് കൊടുന്ന് ചുരുട്ടിട്ട് അങ്ങോട്ട് അകത്തേക്ക് അറിയാം. സുധേട്ടൻ ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട. നീ 2-3 നോട്ടീസ് അങ്ങോട്ട് കൊടുക്ക്. വെറുതെ പൊട്ടം കളിപ്പിക്കരുത്. കഴിഞ്ഞ പോയ ഗ്രാമസഭയുടെ നോട്ടീസ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ല, ഇനി മേലാലുണ്ടാവൂല. അവര് അത് ബുദ്ധിമുട്ട് നടക്കുകയല്ലേ ചേട്ടാ, അതാണ്. അതെ, അങ്ങനെയല്ല. ഒരു ജോലി ചെയ്യുമ്പോ അതിന് ഉത്തരവാദിത്വം വേണം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയേ. അംഗനവാടി ടീച്ചർ ആവാൻ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഇവിടെ ജോലിയില്ലാതെ. ഈ ഗ്രാമസഭ കൂടുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ ടീച്ചർക്ക്? ഈ ഗ്രാമസഭ കൂടുമ്പോൾ വേണം ഞങ്ങളെപ്പോലുള്ള ഓരോ പൗരന്മാർക്കും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. ഈ റോഡിന്റെ അവസ്ഥ പറയാൻ, വെള്ളമില്ലാത്തത് പറയാൻ, കറണ്ട് ഇല്ലാത്തത് പറയാൻ, അത്തരം അവസരങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതിന്റെ ഗൗരവം എന്താ മനസ്സിലാക്കാത്ത ടീച്ചർ? അല്ല, ടീച്ചറിന്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? അതൊക്കെ മെമ്പറോട് പറഞ്ഞാ പോരെ? മെമ്പറിനോട് പറയാച്ച അതിനല്ലേ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കണത്. ചേട്ടാ, ഇനി അങ്ങനെ ഉണ്ടാവൂല. ഇത് ഇത്തവണത്തെ ഗ്രാമസഭയുടെ നോട്ടീസാ. അതിന് ചേട്ടൻ കയ്യോടെ മേടിച്ചോ. ഇവിടുന്ന ഇങ്ങനെ വഴിയിൽ വെച്ച് തരാൻ വേണ്ടിയിട്ടാണോ സർക്കാർ നിങ്ങൾക്ക് 150 രൂപ തരുന്നത്? ആണോ? ഇതെന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരണം. മേലെടുത്ത് സുഖതെന്ന് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും. അറിയാലോ, അവിടെ കൊണ്ടുവരിക, എന്നിട്ട് എന്റെ കയ്യിൽ തരാ. അപ്പൊ അറിയുമ്പോ ഞാൻ ഗ്രാമസഭയ്ക്ക് വരും. അപ്പൊ ചേട്ടൻ ഇത്തവണത്തെ അറിഞ്ഞിട്ടില്ല? അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞിട്ട് വരാനല്ലോ. അതിനാണോ ഈ നോട്ടീസ് കൊടുത്തയക്കുന്നത്? അവനവൻ ചെയ്യേണ്ട ജോലികൾ ചെയ്യാ. കൃത്യമായിട്ട് എനിക്ക് നോട്ടീസ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സുഖതനോടാ കളി. കിട്ടിയാലും ഇപ്പൊ കണ്ണി കണ്ടവന്റെ വായിലിരിക്കണത്. സമയത്ത് കുടുംബത്തും കയറാതെ വെയിലും കൊണ്ട് തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് 150 കുലുവേം കിട്ടി, വായിലിരിക്കണേ കേട്ട്. വാ വീട്ടിലേക്ക്. ഞാൻ കൊടുത്തിട്ട് വരാം. മേടിച്ച് ഞാൻ കത്തിച്ച് ഞാൻ കളയുള്ളൂ. ഞാനുള്ളൂ കൊടുത്തിട്ട് വരാം. ഒരു ടീച്ചർ നടക്കണം, പിള്ളേരുടെ അപ്പിയും കോരണം, ഉപ്പാവും ഉണ്ടാക്കണം, വായിലിരിക്കണം കേൾക്കണം. ഒന്ന് വാടയും കാട്.